കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോട് തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ തിരിക്കുക. 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണം. ഈ വാക്യങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇവിടെ 119 സങ്കീർത്തനത്തിന്റെ 18 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണം. എന്താ ഈ വാക്യങ്ങളുടെ അകത്ത് നമ്മൾ കാണുമെന്നൊക്കെ ഇവിടെ വരുന്നത്? ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് അല്ലേ. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തിരുവചനം തന്നെ ഒരു അത്ഭുതമാണ്. സ്തോത്രം. അതിനകത്ത് നമുക്ക് വിശ്വസിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടുന്ന പ്രവർത്തികളെ കുറിച്ച് ആരായുവാനും തക്ക വിധത്തിലുള്ള പ്രവർത്തികൾ സ്തോത്രം തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തി വയ്പ്പാൻ തക്കവണ്ണം ഇടയായി. യേശുവിനെ ഇല്ലെങ്കിൽ ദൈവത്തെ അനുഗമിച്ച അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കൽ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ വന്ന വിവിധങ്ങളായ വിഷയങ്ങളുടെ നടുവിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവചനത്തിലൂടെ മാത്രമാണ്, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലൂടെ മാത്രമാണ്. സ്തോത്രം. എന്നാൽ ഇതെങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇത് കാണണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ തുറന്നു തന്നെയാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അക്ഷരീക കണ്ണുകൾ തുറന്നതുകൊണ്ട് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുമോ? ഞാനൊരു കാര്യം പലപ്പോഴും പറയുന്ന ഒരു ചിന്തയുണ്ട്. സ്തോത്രം. ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായതെല്ലാം, ഒരു മനുഷ്യന്റെ പ്രായോഗിക ജീവിതത്തിൽ കുടുംബം, ഭാര്യ, മക്കൾ, ഭർത്താവ്, സഹോദരങ്ങൾ, സ്തോത്രം, അല്ലെങ്കിൽ സമൂഹം, എങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ടിയതെല്ലാം ഒറ്റ പുസ്തകത്തിനകത്ത് പറയപ്പെടുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതാണ് വേദപുസ്തകം. അങ്ങനെ ഒരു പുസ്തകം ഉലകത്തിൽ വേറെയില്ല. സ്തോത്രം. കാര്യം നമ്മൾ ഓരോ സബ്ജക്റ്റുകൾക്ക് പുസ്തകം നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് ബിബ്ലിക്കലുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അല്ലാതെയും ഓരോ വിഷയത്തെ പ്രതി നമുക്ക് പുസ്തകങ്ങൾ ഇന്ന് ജനറലി അവൈലബിൾ ആണ്. സ്തോത്രം. എന്നാൽ ഒറ്റ പുസ്തകത്തിന് ഇവയെല്ലാം കൂടെ ക്രോഡീകരിക്കാൻ കഴിഞ്ഞത് അത് ബൈബിളിന്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈമാറുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക: ഏത് വിഷയത്തിനും ഏത് പ്രശ്നത്തിനും പരിഹാരം ബൈബിളാണ്. സ്തോത്രം. കാര്യം എല്ലാ വിഷയങ്ങളും ഇതിനകത്തുണ്ട്. ഒരു ഫാമിലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ മക്കളെ എങ്ങനെ നമുക്ക് നടത്താൻ കഴിയും, സ്തോത്രം, ഇല്ലെങ്കിൽ സഹോദരങ്ങളോട് എങ്ങനെ നമുക്ക് പെരുമാറാൻ കഴിയും, ഇല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതൊക്കെ തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ഇത് അറിയാതെ പോകുന്നതാണ് പലപ്പോഴും സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ അപകടമായി മാറുവാൻ തക്കവണ്ണം ഇടയാണ്. ഒരു ബൈബിളിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ, ബൈബിളിനെ നമ്മൾ അനുഗമിച്ചാൽ വളരെ വിജയകരമായ ഒരു ജീവിതം നമുക്ക് നയിപ്പാൻ തക്കവണ്ണം കഴിയും എല്ലാ രീതിയിലും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. അതാണ്. ഇത് കാണണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യണം? തുറക്കണം. ഏത് കണ്ണ് തുറക്കണം? അക്ഷരിക കണ്ണ് തുറന്നാൽ കഴിയുമോ? ഇല്ല. നമ്മൾ പലതും നമ്മുടെ ജ്ഞാനം കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ പലതും നമ്മൾ സ്തോത്രം ബാലൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മാത്രം കൊണ്ട് നടക്കുമോ? കാര്യം ഇല്ല. ചില പ്രവർത്തികൾ, ദൈവപ്രവർത്തികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അകത്തെ കണ്ണ് തുറക്കണം. ആത്മീക കണ്ണ് തുറക്കണം. എന്നാൽ മാത്രമേ ദൈവത്തിന്റെ വചനത്തിനകത്തുള്ള അത്ഭുതങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കാണുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് 6-ാം അധ്യായത്തിന്റെ 17-ാമത് വാക്യത്തിലേക്ക് വന്നേ എലിശ എന്ന പ്രവാചകൻ ഗേഹസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അവൻ പ്രാർത്ഥിക്കുന്നത്? സ്തോത്രം, യഹോവേ, ഇവൻ കാണത്തക്ക വിധം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. സ്തോത്രം. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ ശ്രദ്ധിച്ചേ. ഗേഹസിക്ക് വേണ്ടി എലിശ പ്രാർത്ഥിക്കുകയാണ്. ആ ഭാഗം നമുക്കറിയാം. 6-ാം അധ്യായം 2 രാജാക്കന്മാരുടെ പുസ്തകം. അവിടെ എന്താ കാണുന്നത്? അരാം രാജാവ് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിന് നേരിടുന്ന സമയത്ത് അവൻ യുദ്ധം ചെയ്യുന്ന തന്ത്രങ്ങൾ പ്രവാചകനെ എലിശ ഇസ്രായേൽ രാജാവിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇതറിഞ്ഞ അരാം രാജാവ് എലിശ പ്രവാചകനെ തകർക്കുവാൻ, ഇല്ലെങ്കിൽ അവനെ കൊല്ലുവാൻ തക്കവണ്ണം പദ്ധതി പുറപ്പെട്ടു. ഒരു ദിവസം രാവിലെ ഗേഹസി നോക്കുന്ന സമയത്ത് അവന്റെ കൂടാരത്തിന് ചുറ്റും, എലിശയുടെ കൂടാരത്തിന് ചുറ്റും അരാമ്യ സൈന്യം വളഞ്ഞിരിക്കുകയാണ്. എലിശ പറഞ്ഞു, ഗേഹസി, നീ ഭയപ്പെടണ്ട. സ്തോത്രം. അവരെക്കാൾ അധികം പേർ നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. എന്താ അതിന്റെ അർത്ഥം? എലിശ വിശ്വസിച്ചു, അവർ വരുന്നതിന് മുൻപേ, അവർ ആ പദ്ധതി ഒരുക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ സൈന്യം നമുക്ക് കാവലായി വന്നു കഴിഞ്ഞു. അത് ആർക്ക് കാണാൻ പറ്റിയില്ല? ഗേഹസിക്ക് അത് കാണാൻ പറ്റിയില്ല. കാരണം എലിശയുടെ കൂടെ നടക്കുന്നുവെങ്കിലും വെളിപ്പാടിന്റെ കണ്ണ് ഗേഹസിക്ക് അടഞ്ഞിരിപ്പാൻ തക്കവണ്ണം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക: എലിശയുടെ കൂടെ നടന്നിട്ട് കാര്യമില്ല.
കാര്യമില്ല, എലീശയുടെ കൂടെ സഞ്ചരിച്ചിട്ട് കാര്യമില്ല. വെളിപ്പാടിന്റെ കണ്ണ് തുറക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന വിടുതലുകളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ആവശ്യം കണ്ണ് തുറക്കേണ്ടതാണ്. ഇന്ന് പ്രഭാതത്തിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? നിന്റെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ, നിന്റെ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളെ, പിശാച് മനുഷ്യൻ നിനക്കെതിരെ ഒരുക്കുന്ന തന്ത്രങ്ങളെ, സ്തോത്രമൽ അപ്പോൾ തന്നെ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വിടുതലുകളെ, വാഗ്ദത്തങ്ങളെ ഇത് കാണണമെങ്കിൽ നമ്മുടെ അകത്തെ കണ്ണ് തുറന്നു തന്നെ ആകണം. പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളുടെ കണ്ണുകളെ ദൈവം തുറക്കുവാൻ തക്കവണ്ണം ഇടവരും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളെ കാണാത്ത വിധം അകങ്കണ്ണുകളെ അടച്ചു വെച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ ഇന്ന് കർത്താവ് പലരുടെയും ജീവിതത്തിനകത്തുണ്ടല്ലോ. കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയ കണ്ണുകളെ ദൈവം തുറന്ന് കർത്താവിന്റെ മഹത്വത്തെ ദൈവം അവിടെ നിന്ന് വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവിടെ നിന്ന് അങ്ങനെ അത്ഭുതങ്ങളെ ചെയ്താട്ട് വലിയ ദൈവ പ്രവൃത്തികളെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഇവിടെ വരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.